നമ്മള് അങ്ങനെ ഇത് പ്ലാൻ ചെയ്തതിലേക്ക് വന്നല്ല, പ്രണയിക്കുന്ന പ്രായക്കാരല്ല. അതെ. അപ്പൊ നമ്മളൊരു അല്ല, സിറ്റുവേഷനിൽ പ്രണയിക്കുന്ന ഒരേപോലത്തെ പ്രായക്കാരല്ല, സിറ്റുവേഷനിൽ പ്രണയിക്കാൻ പ്രായമൊന്നും ആവശ്യമില്ല. പക്ഷെ ഞങ്ങളത് അങ്ങനെയല്ല. ഞങ്ങളത് പ്രണയത്തെക്കാൾ ഉപരി എന്താ പറയാ, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരാൾക്ക് ഒരാൾ തണലായിട്ട് നിൽക്കുക എന്നുള്ള ഒരു രീതിയാണ് അതൊക്കെ ഞങ്ങള് ഗ്രാജുവലി വന്നതാ. ഗ്രാജുവലി സ്റ്റാർട്ടിങ് വന്നതാണ്. അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതെ. നമ്മള് കോയിൻസിഡൻസലി പരിചയപ്പെട്ടു. പിന്നെ സാഹചര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരുന്നു. അപ്പൊ നമ്മൾ സംസാരിച്ചു, മിണ്ടി, കൂട്ടായി, കമ്പനിയായി, ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ തോന്നി. അങ്ങനെ അങ്ങനെ ഗ്രാജുവലി വളർന്നുകൊണ്ടിരിക്കുന്നു. സിറ്റുവേഷൻഷിപ്പിൽ നിന്ന് നേരെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് വലിയൊരു പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഒരു മൊമെന്റ് ഉണ്ടാവും ഇത് നമുക്ക് റിലേഷൻഷിപ്പ് ആവാം എന്നുള്ള തോന്നിയ അത്. അല്ല, അത് ഒരു മൊമെന്റ് എന്ന് പറയാൻ പറ്റില്ല, അതില് പല മൊമെന്റ്സും ചേർന്ന് വരുന്നതാണ്. എന്ന് വെച്ചാൽ ഞങ്ങള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഒറ്റപ്പെട്ട് വളരെ എന്താ പറയാ, ഒരു നല്ലൊരു രീതിയിലായിരുന്നില്ല എൻ്റെ ഒരു പോക്ക് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള്, ഇങ്ങനെയല്ല ലൈഫ് ഇങ്ങനെ ഒരാളും കൂടി ചേരുമ്പോഴാണ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുന്നത്. അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ എനിക്ക് തോന്നുന്നു. ബോയ്സ് എപ്പോഴും ഒരു ലൈഫിൽ ഒരു സ്ട്രഗിൾ വരുമ്പോ, എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ബോയ്സ് അല്ലേ, അങ്ങനെയല്ലേ, നമ്മളൊരു കുറച്ച് വെള്ളടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലൈഫ്. പക്ഷെ ഗേൾസും നേരെ ഓപ്പോസിറ്റാ. അവരുടെ ലൈഫ് പോസിറ്റീവ് ആക്കണം, ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു ചിന്തയാ വരിക. അപ്പോൾ ഞാൻ ചാനലിൽ ഇൻജക്ട് ചെയ്തത് അതാണ്, ലൈഫ് പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുക. ഇതൊന്നും അല്ല. അപ്പൊ ആ ഒരു രീതിയിൽ പോയിട്ടാണെങ്കിലും ചേട്ടൻ മടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ വേറൊരു അത് അതിന്റെ ഡയറക്ഷനിലേക്ക് ഒരു തിരിച്ചു. മാക്സിമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നുവെച്ചാൽ വളരെ ഇതിലോട്ട് പോയി. അറിയാം എനിക്ക് എന്തൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതൊക്കെ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രഗ്സ്, അതൊക്കെ അതിലൊക്കെ നമ്മൾ നിർത്തി. അതിലേക്ക് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഇവളെ അല്ലാതെ ഞാൻ പിന്നെ ആരുടെ കൈയാണ് പിടിക്കേണ്ടത്? അത്രേ എനിക്ക് ചോദിക്കാറുള്ളൂ. അപ്പൊ അത് എല്ലാവരും ആ ഒരു സെൻസിലെടുക്കുക എന്നുള്ളതാണ്. നമ്മള് പണ്ട് കുറെ കേട്ടിട്ടുണ്ട്, ഇവള് ഞാൻ കാരണം, അല്ലെങ്കിൽ കുറെ കേട്ടിട്ടുണ്ട്, നീ കാരണം അല്ലടാ, ഇവള് കാരണം അല്ലടാ നീ ഇങ്ങനെ ആയി പോയത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒറ്റപ്പെട്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലതും ഫേസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് തന്നെ, നമ്മൾ കാണുന്നത് തന്നെ. അപ്പോൾ ഒരു കാരണവശാലും ഒരാളുടെ ലൈഫിലേക്ക് പിന്നെ ഇടിച്ചു കയറി വന്ന ഒരാളല്ല. അതങ്ങനെ ഗ്രാജുവൽ ആയിട്ട് ഒരു സോൾമേറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്ന് പെട്ടതാണ് നമ്മൾ ഇവിടെ ലൈഫിലേക്ക്. അപ്പൊ നമുക്ക് ഓക്കെ വർക്ക്ഔട്ട് ആകുന്നു. പിന്നെ ആ വർക്ക്ഔട്ടിന്റെ പ്രോഗ്രസ് ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അതെ, അതെ. ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകണം, ജീവിത അവസാനം വരെ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു, ഞങ്ങൾ അതങ്ങ് എങ്ങനെ നമുക്ക് നല്ലൊരു പാർട്ണർ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പാർട്ണർ പലതരത്തിലും. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഞാനായാലും ബ്രോ ആയാലും, നമ്മള് ആണുങ്ങളുടെ ഒരു നമ്മള് ഇപ്പോഴും അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അതിനോട് ഇപ്പൊ എനിക്കൊരു വിരോധമുണ്ട്. കാരണം നമുക്ക് ആരെന്നോ എന്തെന്നോ ഒരു പരിചയമില്ലാത്ത ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ ഏറ്റവും വലിയ പാട്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ കൂടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കള്, സ്ത്രീകൾ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ മനസ്സിലാക്കാനാണ് ഏറ്റവും വലിയ പാട്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് വെച്ചിട്ട് പെട്ടെന്ന് സഡൻ ഒരു തീരുമാനങ്ങൾ എടുക്കാതെ കുറച്ചൊന്നും ചില റെയർ കേസുകളിൽ ഓക്കെ ആയിട്ട് വരും. റെയർ കേസുകളിൽ അത് നമുക്ക് ഓക്കെ ആയിട്ട് വരും, ചിലർക്ക് ജെല്ലായി കിട്ടും. അതൊരു ഭാഗ്യമാണ്. അതെ. ഒരു റിലേഷൻഷിപ്പ് വന്ന് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ലിവിംഗ് ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കണമല്ലോ. അങ്ങനെയുമല്ല നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആയി പോവാ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശരിയല്ലല്ലോ. അത് ഓരോരുത്തരുടെ കൺസെപ്റ്റ് അല്ലേ. ഓരോരുത്തർ പരസ്പരം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിച്ച് ട്രിപ്പ് പോവാം, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഒന്നിച്ച് കുറച്ച് സംസാരിക്കാം, അങ്ങനെയൊക്കെ പരിചയപ്പെട്ടിട്ടാകുന്നത് നല്ലതന്നെ. അതെ, അതെ, അതാണ്. ആ ഒരു ടൈം പീരീഡില് ഇപ്പൊ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒത്തുപോവോ, അടിയാവോ, ബഹളാവോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആയാലും കുഴപ്പമില്ല, അത് കോംപ്രമൈസിലേക്ക് വരണം. നമ്മള് മിക്കവാറും അടിയാവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ഫേവറേറ്റ് ആണ് ഗുരുവായൂരപ്പൻ. പിന്നീട് എന്റെയും ഫേവറേറ്റ് ആയി. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു പെർട്ടിക്കുലർ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഇന്നയാള് കൃഷ്ണൻ, ഇന്നയാള് ശിവൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ദൈവവിശ്വാസിയാണ്. നമ്മളുടെ ലൈഫിൽ ഒരു വലിയ പങ്കുണ്ട്. അത് തന്നെയാണ് കാര്യം. അതുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതെ, അതെ. അപ്പം ഗുരുവായൂരപ്പന്റെ ഭഗവാൻ നിശ്ചയിക്കണ പോലെ ആണ് നമ്മളിവിടെ വരെ എത്തിയത്. ഇനിയുള്ള നമ്മുടെ ലൈഫും ഭഗവാന്റെ കയ്യിൽ മാത്രമാണ് അർപ്പിച്ചിരിക്കുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് വരും, ഒരുമിച്ച് നിൽക്കുക, ഭഗവാന്റെ തുണ ഉണ്ടാവുക, അത്രേ ഉള്ളൂ.
ഈ ലിവിങ് ടുഗദറിലൊക്കെ നിൽക്കുന്ന ആളുകളെ സമൂഹം വേറെ രീതിയിൽ നോക്കി കാണുന്നു കാണുന്നുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിൽ. അത് നമ്മുടെ പുതിയ തലമുറ ഓക്കെ അവർക്ക് അതൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കല്യാണം കഴിക്കണമെന്നില്ല ഒന്ന് ജീവിക്കാൻ എന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് നമ്മുടെ പുതിയ തലമുറ. പുതിയ ഒരു മുമ്പുള്ള തലമുറ വരെ. പക്ഷെ നമ്മുടെ അമ്മമാര്, അച്ഛന്മാര്, അച്ചാച്ചന്മാര് ആ ഒരു തലമുറക്ക് ഇതൊന്നും ഒരിക്കലും ദഹിക്കാൻ പറ്റുന്നില്ല. പഴയ അവർക്ക് ഒരിക്കലും ജനറേഷൻ അല്ലേ അത്, ആ അന്ന് അവർക്ക് കാലത്ത് അതാണ് ഒന്നിച്ച് അതൊക്കെയായിരുന്നു. അവരൊന്നിച്ച് ജീവിക്കുന്നു. കല്യാണം കഴിച്ചില്ല, ഇല്ല, ആ അവളെ വെച്ചോണ്ടിരിക്കുവാണോ നീ എന്നുള്ള ചോദ്യങ്ങൾ പച്ചക്ക് ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇടുന്ന ഫോട്ടോസിനും അല്ലെങ്കിൽ ഇതിന് വരുന്ന അടിയിൽ വരുന്ന കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ലേ നമ്മൾ ഈ കമന്റ്സ് വായിക്കുന്നത് നമുക്കത് വിഷമാവും എന്നുള്ള ചിന്തയൊന്നും ഇല്ലേ? അതൊരു വിഷമം തന്നെയായിരുന്നു. പക്ഷെ ഇനി അത് പറയില്ലല്ലോ. മതി. ഞാൻ ഇതാ താലി കെട്ടിയിട്ട് സ്വന്തമാക്കിയിരിക്കുന്നു, ഭാര്യയും ഭർത്താവുമാണ്, ഒഫീഷ്യൽ. ഇനിയിപ്പോ പ്രശ്നമില്ലല്ലോ, ലിവിങ് ടുഗദറിന്റെ ടെൻഷൻ തീർന്നല്ലോ. അതായത് ആരും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പാർട്ണറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. ലീഗലി മൂവ് ഉണ്ട് ഇപ്പൊ. ലീഗലിയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. ഒന്നും അറിയില്ലാത്തോണ്ടാണ്. അതെ, ഇപ്പം ലിവിങ് പാർട്ട്ണറിന് തന്നെ റൈറ്റ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് ലീഗൽ സൈഡുകൾ. അത് നിങ്ങൾക്ക് അത് അറിയില്ലാത്ത LLB ഫൈനൽ സെമസ്റ്റർ ആയതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം പിന്നെ ലിവിങ്ങിലാണെങ്കിൽ പോലും ഇപ്പൊ പാർട്ണറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. നിയമപരമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ നിയമപരമായിട്ട് ഡിവോഴ്സ് എല്ലാ എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾക്കും ചടങ്ങ് ഉണ്ടാവില്ല എന്ന് മാത്രം. രണ്ടുപേർക്ക് പോകാം. ആ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ചടങ്ങില്ല. രണ്ടുപേർക്ക് പോകാൻ എളുപ്പമായിരിക്കും എന്നാണ് ഉള്ളൂ. അല്ലാതെ വേറെ കെട്ടുപാടുകളില്ലല്ലോ. കുറച്ച് കെട്ടുപാടുകൾ അവിടെ നിൽക്കട്ടെ. കുറച്ച് കെട്ടുപാടുകളുള്ളതാണ് നല്ലത്. സന്തോഷം. സന്തോഷമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ. അത് പ്രണയമായിരുന്നില്ലല്ലോ, ഒരു സിറ്റുവേഷൻഷിപ്പിൽ വന്ന് റിലേഷൻഷിപ്പായി. നമ്മുടെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എന്ന് വെച്ചാല് 2 വർഷം. 2 വർഷം അതെ.